നമസ്കാരം. ക്ഷേത്ര ദർശനം എങ്ങനെ വേണം? നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു വിഷയമാണ്. ക്ഷേത്രത്തിൽ പോകുമ്പോൾ പൂർണ്ണമായ ശുദ്ധി പാലിക്കണം. പുലവാലായ്മയുള്ളവർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അതിനെ മരിച്ച പുല അല്ലെങ്കിൽ പുല എന്ന് പറയും. ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പ്രസവം കൊണ്ടുള്ള അശുദ്ധിയെ പെറ്റ പുല എന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് വാലായ്മ എന്നാണ് പറയുക. ഇതൊക്കെ ഓരോ സമുദായത്തിലും ഓരോ രീതിയിലാണ് ആചരിക്കുന്നത്. ഇതിനൊരു ഏകീകരണമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ചെയ്തു കൊള്ളണം എന്ന് പറയാൻ മാർഗമില്ല. അപ്പോൾ എന്താണോ നിങ്ങളുടെ സമുദായത്തിലെ ആചാരം, നിങ്ങളുടെ നാട്ടാചാരം, അതനുസരിച്ച് 16 ദിവസമോ 12 ദിവസമോ പുലയും വാലായ്മയൊക്കെ ആചരിക്കാം. ആ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം പാടില്ല. പുലവാലായ്മ ഉള്ളവരെ തൊട്ട് കഴിഞ്ഞാലും ആ തൊട്ട വ്യക്തികൾ, പുലവാലായ്മ ഇല്ലാത്തവർ, കുളിച്ചതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പാടുള്ളൂ. പല ആൾക്കാർക്ക് സംശയമുള്ളൊരു വിഷയമാണ്. അടുത്ത വീട്ടിലൊരു മരണം നടന്നു, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ മരണം നടന്നു, അകൻ്റെ ബന്ധത്തിലൊരു മരണം നടന്നു, അവിടെ പോയി, അപ്പോൾ എനിക്ക് ക്ഷേത്രത്തിൽ പോകാവോ? ഒരു സംശയമുള്ള കാര്യമാണ്. ഒരു കുഴപ്പമില്ല, പോകാം. മരിച്ച വീട്ടിൽ പോയി കഴിഞ്ഞാൽ, കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായി. നമ്മൾ പോയ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തോടു കൂടി കുളിക്കുക. വേറെ ശുദ്ധമായ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധമായി. പിന്നെ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യാം. അന്നേ ദിവസം തന്നെ ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യാം. യാതൊരു തടസ്സവും ഇല്ല. അമ്പലത്തിലെ ശാന്തിക്കാർ, പൂജാരിമാരെല്ലാം അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. അവരുടെയും ബന്ധത്തിലും അകന്ന ബന്ധത്തിലും സുഹൃത്തുക്കളും അങ്ങനെ പലരും മരിക്കാറുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോകാറുണ്ട്. അത് കഴിഞ്ഞ് ഒന്നും കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്ഷേത്രത്തിലെ പൂജ വരെ കഴിക്കാം. പിന്നെ ദൂരെ നിന്ന് തൊഴുന്ന നമുക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ കർശനമായി ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെയൊരു തോന്നൽ മൊത്തത്തിലുള്ളത് കൊണ്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. മരിച്ച വീടുകളിൽ പോയി കഴിഞ്ഞാൽ വസ്ത്രത്തോടു കൂടി കുളിച്ച് ശുദ്ധമായി വേറെ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ക്ഷേത്ര ദർശനം നടത്താം. പുലവാലായ്മയുള്ളവർ 16 ദിവസമോ 12 ദിവസമോ നിങ്ങളുടെ സമുദായത്തിലെ ആചാരം അനുസരിച്ച് പോകാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുലവാലായ്മയുള്ളവരെ നമ്മൾ കുളിച്ചു കഴിഞ്ഞ് തൊട്ടാൽ പോലും, ഇപ്പം നമ്മൾ കുളി കഴിഞ്ഞു, ഒരു അശുദ്ധിയുള്ള ഒരാളെ തൊട്ടാൽ നമ്മൾ വീണ്ടും കുളിക്കാതെ നമുക്ക് ക്ഷേത്ര ദർശനം പാടില്ല. ഇത് ഒന്നാമത്തെ ഒരു പ്രധാന വിഷയം. 2, സ്ത്രീകളുടെ മാസാശുദ്ധി 7 ദിവസമാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം തൊട്ട് ക്ഷേത്ര ദർശനമാകാം. ചില സ്ഥലങ്ങളിലൊക്കെ 12 ദിവസം വരെ ദേവീക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, ശിവക്ഷേത്രത്തിൽ പോകാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇല്ല. അത് ചില സ്ഥലത്തെ അഭിപ്രായം. അതിനെ എതിർക്കുന്നില്ല, വിരോധമില്ല എന്ന് മാത്രം. 7 ദിവസം കഴിഞ്ഞ് 8ാം ദിവസം തൊട്ട് എല്ലാ വിധത്തിലുള്ള പൂജാതി കർമ്മങ്ങൾക്കും ക്ഷേത്ര ദർശനവും കാര്യങ്ങളും എല്ലാം ചെയ്യാം. ഒരു കുഴപ്പവുമില്ല. അപ്പോൾ അതും 7ാം ദിവസം കഴിഞ്ഞ് 8ാം ദിവസം രാവിലെ കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ചിട്ടാകാം. നമ്മുടെ വീടുകളിൽ ശുദ്ധമായ വസ്ത്രങ്ങളും കാര്യങ്ങളും വെക്കാനൊരു സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ശുദ്ധമാകുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അശുദ്ധിയുള്ള സമയത്ത് തൊടാൻ സാധ്യതയില്ലാത്ത രീതിക്ക് വസ്ത്രങ്ങളും കാര്യങ്ങളും കുറച്ചെങ്കിലും മാറ്റി വെക്കാനൊരു സംവിധാനം വേണം. പ്രത്യേക ഒരു പെട്ടിയിലോ അലമാരയിലോ കുറച്ച് വസ്ത്രങ്ങൾ വെച്ചേക്കുക. അശുദ്ധി പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിൽ തൊടാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ കുളിച്ചു കഴിഞ്ഞ് ശുദ്ധമായിട്ട് ആ വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്താം. അശുദ്ധിയുള്ള സമയത്ത് തൊട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെടുത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മുടെ അശുദ്ധമായി എന്ന് തന്നെയാണ് എൻ്റെ സങ്കല്പം. അത് ധരിച്ച് ക്ഷേത്രത്തിൽ പോകുന്നതുകൊണ്ട് ഈ പറഞ്ഞ ശുദ്ധി ഉണ്ടാകുന്നില്ല. അതും പ്രത്യേകമായി ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത്ര എളുപ്പമല്ല. വീടുകളിൽ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറവുള്ളവർക്ക് അതൊന്നും അത്ര എളുപ്പമല്ല. സ്ത്രീകളുടെ അശുദ്ധി പോലെയുള്ള വിഷയങ്ങൾക്ക് ശേഷമാണെങ്കിലും, അല്ലെങ്കിൽ പുലവാലായ്മയുള്ള ഒരു അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ആ കാലാവധി, അശുദ്ധിയുടേതായ കാലാവധി കഴിഞ്ഞാൽ ശുദ്ധമായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പുണ്യാഹജലം മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിലെ അകത്ത് എല്ലാ മുറികളിലും, അലമാരയിലും പെട്ടിയിലും, വീടിൻ്റെ അകത്ത് എല്ലാ മുറികളും കട്ടിലും എല്ലാ സ്ഥലത്തും തളിക്കാറുണ്ട്. പഴയ കാലത്തൊക്കെ ധാരാളമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് പുണ്യാഹം വേണമെന്ന് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വന്ന് തളിക്കും. അപ്പോൾ അതുവരെയുള്ള അശുദ്ധിയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടങ്ങ് മാറുകയാണ്. അറിഞ്ഞോ അറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ കുറേയൊക്കെ അശുദ്ധി ഉണ്ടാകാം. അത് മാറാൻ വേണ്ടിയാണ് ഈ ഒരു വഴി പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ക്ഷേത്രത്തിൽ ഇതുപോലെ പുണ്യാഹജലം മേടിച്ച് തളിക്കുന്നത് നന്നായിരിക്കും. അത് അതിൻ്റെ ആ നെഗറ്റീവ് ഊർജ്ജങ്ങളത് മാറിക്കിട്ടും. ഇങ്ങനെ ശുദ്ധമായിരിക്കുന്നൊരവസ്ഥയിൽ ഉള്ള വീട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് പോകേണ്ടത്. ഇങ്ങനെ പോകുമ്പോൾ പോലും നമ്മൾ പോകുന്ന വാഹനം, ബസ്സിലൊക്കെയാണ് പോകുന്നത്, അല്ല ട്രെയിനിലാണ് പോകുന്നത്, യാത്ര ചെയ്ത് ഒരു ക്ഷേത്രത്തിലോട്ട് പോകേണ്ടി വരുന്നു.
അപ്പോൾ അവിടെ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി നമ്മൾ ക്ഷേത്രത്തിൽ പോയി തൊഴുന്നു. അത്തരം സന്ദർഭങ്ങളിലും ആ ബസ്സിൽ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്ത വാഹനത്തിലൊക്കെ അശുദ്ധിയുള്ളവരുണ്ടെങ്കിൽ പിന്നെയും അശുദ്ധി എന്ന് പറഞ്ഞൊരു സങ്കല്പം അവിടെ ഉണ്ടാകാം. അതിനിപ്പോൾ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ ചെന്ന് രണ്ടാമത് കുളിച്ച് കയറുക എന്നുള്ളതാണ് ശരിക്കുള്ള സമ്പ്രദായം. പ്രായോഗികമല്ല ഇന്നത്തെ കാലത്ത്. പോരാത്തതിന് എല്ലാ ക്ഷേത്രങ്ങളും വികസിക്കുകയും ഓരോ ക്ഷേത്രങ്ങളിലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതൊന്നും ഇനിയുള്ള കാലത്ത് പ്രായോഗികമല്ല. പഴയ കാലത്തെ ചുറ്റിയനുസരിച്ച് കുളിച്ച് നേരെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനത്തിനടുത്ത് പോവുകയാണ് പതിവ്. ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരു യാത്ര ചെയ്തു പോകുന്ന ഒരു സന്ദർഭവും കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പം ഇത്തരം ഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിക്ക് ചെയ്യാൻ പറ്റുന്നത് ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ കുളം ഉണ്ടെങ്കിൽ അവിടെ ഇറങ്ങി ഒന്ന് കയ്യും കാലുമൊക്കെ കഴുകുക, അല്പം തീർത്ഥമെടുത്ത് എന്തെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ അതെല്ലാം മാറണമേ ഭഗവാനെ സങ്കല്പിച്ച് തളിക്കുക. അങ്ങനെ സാധിക്കുന്നത് പോലെ ശാരീരികവും മാനസികമായ ശുദ്ധി വരുത്തിയിട്ട് അകത്തോട്ട് കയറുക. ഈ കുളമൊന്നും എല്ലാ ക്ഷേത്രങ്ങളിലും ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് പുറത്ത് പൈപ്പ് വെച്ചിട്ടുണ്ടാവും. നല്ല കാര്യമാണ്, എല്ലാ ക്ഷേത്രങ്ങൾക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഭക്തജനങ്ങൾ കയ്യും കാലുമൊക്കെ കഴുകി ശുദ്ധമായിട്ട് അകത്ത് കയറട്ടെ, നല്ല കാര്യമാണ്. നടയിൽ വന്ന് നിന്ന് സോപാനത്തിൻ്റെ സമീപം നിന്ന് അകത്ത് ഭഗവാനെ നോക്കി തൊഴുത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥന മറ്റാർക്കും ശല്യമാകാൻ പാടില്ല. ഒച്ചത്തിൽ കിടന്ന് ബഹളം വെച്ച് നാമം ജപിക്കുക, ശ്ലോകങ്ങൾ ചൊല്ലുക, സ്തോത്രങ്ങൾ ചൊല്ലുക, സഹസ്രനാമം ചൊല്ലുകയൊക്കെ ചെയ്യുമ്പോൾ ചുറ്റിനും അവിടെ വന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രാർത്ഥിക്കേണ്ടതാണ്. ചിലർക്ക് മാനസികമായ ജപമായിരിക്കും ഇഷ്ടം, ചിലർക്കൊന്നും വേണ്ട, വെറുതെ ഒന്ന് ഭഗവാനെ കണ്ടാൽ മതിയാവും. ചിലർക്ക് എന്തെങ്കിലുമൊക്കെ ജപിക്കുന്നത് ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മുടെ ജപമോ നമ്മുടെ ഈ ചിട്ടകളെ കൊണ്ട് മറ്റുള്ളവർക്ക് ശല്യം വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട കാര്യം. ചിലരിതൊന്നുമല്ല, വന്ന് അവിടെ നിന്നങ്ങ് ഭയങ്കരമായിട്ടുള്ള നാമജപവും ബഹളമൊക്കെ ആയിരിക്കും. അതേ സമയത്ത് തൊഴാൻ വന്നേക്കുന്ന ബാക്കി 10 പേർക്കും ഈ ഒരു വ്യക്തി കാരണം തൊഴാനും പ്രാർത്ഥിക്കാനും ഒന്നും പറ്റാതെ മനസ്സും അടുത്തിറങ്ങി പോകേണ്ട സാഹചര്യങ്ങളും വരാറുണ്ട്. കഴിവതും അത് ചെയ്യാതിരിക്കുക. ഇപ്പം എല്ലാവരും ഏറ്റു ചൊല്ലുന്ന, എല്ലാവരും താല്പര്യത്തോടു കൂടിയുള്ള ആൾക്കാരാണ്. ഓം നമഃ ശിവായ എല്ലാവരും ജപിക്കുന്നു, അല്ലെ ഹരേ രാമ എല്ലാവരും ജപിക്കുന്നു. അതുപോലെ കൂട്ടായിട്ട് പ്രാർത്ഥനയൊക്കെ നടക്കുന്ന അന്തരീക്ഷമാണ്, നടക്കുന്ന ക്ഷേത്രമാണെങ്കിൽ എല്ലാവരും കൂടെ ചെയ്യുന്നവരാണെങ്കിൽ ചെയ്യാം. അങ്ങനെയൊന്നും ചെയ്ത് ശീലമുള്ള അങ്ങനത്തെ ഒരു അന്തരീക്ഷമോ അങ്ങനത്തെ നാട്ടുകാരൊന്നും അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായി അവിടെ തൊഴുതു നിന്ന് നമുക്ക് സാധിക്കുന്ന പോലെ ആ ഭഗവാന്റെ ശ്ലോകമോ മന്ത്രമോ എന്തെങ്കിലും അറിയാവുന്ന കാര്യങ്ങൾ മാനസികമായി ചൊല്ലുക, അല്ലെങ്കിൽ ചെറിയ ശബ്ദത്തിൽ ചൊല്ലുക. കഴിവതും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ശ്രീകോവിലിൽ പ്രദക്ഷിണം വെക്കുക. എവിടെയെങ്കിലും സൗകര്യമുള്ള സ്ഥലത്ത് ഇരുന്ന് ജപിക്കാൻ പറ്റുമെങ്കിൽ ജപിക്കുക. പല ക്ഷേത്രങ്ങളിലും നാലമ്പലത്തിനകത്ത് തന്നെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ആൾക്കാർ ഇരുന്ന് ജപിക്കുന്നത് കാണാറുണ്ട്. വളരെ നല്ല കാര്യമാണ്. ക്ഷേത്രത്തിലെ ശാന്തിക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടും ശല്യമൊന്നും ഉണ്ടാകാത്ത രീതിക്ക് മാറിയിരുന്ന് ജപിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ജപിക്കുക. ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ മണ്ഡപമുണ്ട്. പഴയകാലത്ത് ബ്രാഹ്മണരായിട്ടുള്ള വ്യക്തികൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മണ്ഡപത്തിൽ കയറി ജപിക്കാറുണ്ട്. അതിനുവേണ്ടിയുള്ള സ്ഥലമാണത്. ക്ഷേത്രത്തിലെ വിശേഷ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്നതും അവിടെയാണ്. കലശപൂജ അല്ലെങ്കിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിക്കുറുപ്പ്, അങ്ങനെ പ്രധാനപ്പെട്ട ധാരാളം കർമ്മങ്ങൾ നടത്തുന്ന സ്ഥലമാണ് ഈ മണ്ഡപം. അപ്പം പല രീതിയിലുള്ള അശുദ്ധികൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇപ്പം മണ്ഡപങ്ങളിലൊന്നും എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാവർക്കും കയറാനൊന്നും സമ്മതിക്കത്തില്ല. അവിടെ ക്ഷേത്രത്തിലെ ശാന്തിക്കാർ അല്ലെങ്കിൽ പൂജാരിമാർ മാത്രം കയറിയാൽ മതി എന്നൊരു സമ്പ്രദായം ഇപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ആയിട്ടുണ്ട്. വിരോധമില്ല, അങ്ങനെ ആയിക്കോട്ടെ. കാരണം അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്വസ്ഥമായും തൃപ്തിയായും ഭംഗിയായിട്ട് നടന്നോട്ടെ. അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ചിരിക്കാൻ വല്യമ്പലത്തിൽ ബലിക്കപ്പരയിൽ എവിടെയെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അവിടെ പോയി ഇരുന്ന് മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ലളിതാ സഹസ്രനാമോ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമോ അങ്ങനെ ആ ദേവൻ ഏതാണോ അവിടുത്തെ പ്രതിഷ്ഠ ആ ദേവനെ സംബന്ധിക്കുന്ന സഹസ്രനാമമോ അഷ്ടോത്തരമോ എന്തെങ്കിലും ഇതെല്ലാം സ്തോത്രങ്ങളോ ഒക്കെ അറിയാമെങ്കിൽ ചൊല്ലാം. പുസ്തകം നോക്കി ചൊല്ലാം, പുസ്തകം കൊണ്ടുപോകാം. ഇല്ലെങ്കിൽ സ്വയം അറിയാവുന്ന ഭഗവാന്റെ എന്തെങ്കിലും നാമങ്ങൾ ചൊല്ലാം, പറ്റുന്നതിൻ്റെ അത്രയും സമയം. ഇത്രയും കഴിഞ്ഞതിന് ശേഷം വീണ്ടും നടയിൽ വന്ന് തൊഴുത് അവിടുന്ന് തീർത്ഥം മേടിക്കുക, തീർത്ഥം സേവിക്കുക. തീർത്ഥം മേടിച്ച് സേവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചുണ്ടിൽ തൊടാൻ പാടില്ല എന്നൊരു സങ്കല്പമുണ്ട്. കാരണം നമ്മൾ ചുണ്ടിൽ തൊട്ട് കുടിക്കുമ്പോൾ നമ്മുടെ തുപ്പൽ അല്ലെങ്കിൽ ആ വായിലെ എച്ചിൽ ഈ ജലത്തിലാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം. അതുകൊണ്ട് തന്നെ ചുണ്ടിൽ തൊടാതെ പൊക്കി ഒഴിച്ച് കുടിക്കാമെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ്. ഇനി അതിനൊന്നും പരിചയമില്ലെങ്കിൽ അത് വിഷമിക്കണ്ട, ചുണ്ടിൽ തൊട്ട് തന്നെ കുടിച്ചോളൂ.
കൈ കുടയരുത്. കാരണം വായിൽ തൊട്ടിട്ടുള്ള നമ്മൾ തുപ്പൽ തൊട്ടിട്ടുള്ള ആ ജലാംശമാണ് കയ്യിലുള്ളത്. അത് കുടഞ്ഞ് ആ ക്ഷേത്ര മുറ്റത്തോ പൂജയ്ക്കിരിക്കുന്ന മറ്റ് സാധനങ്ങളിലോ മറ്റുള്ളവരുടെ ദേഹത്തോ തെറിക്കുവാനുള്ള സാധ്യത ഉണ്ടാവരുത്. അത്രയെങ്കിലും ചെയ്യണം. തൊടാതെ ഒഴിച്ചു കുടിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ചില ആൾക്കാർക്ക് ഇങ്ങനെ വളച്ചൊക്കെ കുടിക്കാറുണ്ട്. അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ചുണ്ട തൊടാതെ കുടിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ പോലെ കൈ ഇങ്ങനെ കാണിച്ച് തീർത്ഥം മേടിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ചില ആൾക്കാർ മുദ്രയോടുകൂടി മേടിക്കാറുണ്ട്. അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല എന്ന് മാത്രം. അങ്ങനെ ചെയ്താലേ ശരിയുള്ളൂ എന്ന് ഇല്ല. സാധാരണ പോലെ തീർത്ഥം മേടിച്ച് സേവിക്കാം. അഭിഷേകം ചെയ്ത ജലമാണ് തീർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അഭിഷേകം ചെയ്ത ജലം എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരിക്കലും ഉപയോഗിച്ചതാണ്. ഉപയോഗിച്ച സാധനത്തിന് നിർമാല്യം എന്നാണ് പറയുക. അത് ശുദ്ധമായി പിന്നീട് ഉപയോഗിക്കാനുള്ള പൂജാസ്ഥാനങ്ങളിലെങ്ങും അത് തൊടാൻ പാടില്ല. ചന്ദനം തരും, പൂ തരും. അവിടുന്ന് നമുക്ക് ശാന്തിക്കാർ പ്രസാദമായിട്ട്. അപ്പോൾ ചന്ദനം നമുക്ക് തൊടാം, പൂ നമുക്ക് ശിരസിലോ അല്ലെങ്കിൽ ചെവിയിലോ ഒക്കെ നമ്മൾ വെക്കാറുണ്ട്. ഈ ചന്ദനമാണേലും തീർത്ഥമാണേലും പൂവാണേലും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞതിൻ്റെ പ്രസാദമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞതാണ്. ശുദ്ധമായി ഇനി ഉപയോഗിക്കാനുള്ള ഒന്നിലും ഇത് തൊടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മണ്ഡപത്തിലോ വെള്ളിയമ്പലത്തിലോ നാലമ്പലത്തിൽ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലത്തും ഈ സാധനങ്ങൾ വെക്കരുത്. നമ്മൾ പ്രസാദം മേടിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ നേരെ ഇറങ്ങിപ്പോരുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം. അതിൻ്റെ കാരണം ചിലപ്പോൾ അകത്തെ അടുത്ത പൂജയ്ക്ക് വേണ്ടിയുള്ള പൂവോ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മണ്ഡപത്തിൽ ഇരിപ്പുണ്ടാവും. ഓരോ ക്ഷേത്രങ്ങളിലും മാല, പൂവ് അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമ്മളിത് അതിൻ്റെ കൂടെ കൊണ്ടു വെക്കുമ്പോൾ ഉപയോഗിച്ച സാധനങ്ങളും ഉപയോഗിക്കാനുള്ള സാധനങ്ങളും തമ്മിൽ അറിഞ്ഞോ അറിയാതെയോ തൊടാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഉപയോഗിച്ച സാധനങ്ങൾ ശുദ്ധമല്ലാതുള്ള വസ്തുവാക്കി മാറ്റിയിട്ട് പിന്നെ ഭഗവാന് പൂജയ്ക്കെടുക്കാൻ പറ്റില്ല. അറിയാതെയൊക്കെ പല സ്ഥലങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട്. കഴിവതും നമ്മളതിലൊരു കാരണക്കാരായി മാറരുത് എന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പം നമുക്ക് പ്രസാദം മേടിക്കൽ അവസാനം വരെയെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ദർശനം നടത്തി പ്രദക്ഷിണമൊക്കെ വെച്ചു, പറ്റുന്ന പോലെ എവിടെയെങ്കിലും ഇരുന്നു കുറേ ജപമൊക്കെ ചെയ്തു, അവിടെ നമ്മൾ ഇറങ്ങി പോരുക എന്നുള്ള ആ ഒരു അവസാന ഘട്ടത്തിൽ പ്രസാദം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാരണം ഈ ചന്ദനവും പോകുന്ന ഉടങ്കം വെക്കരുത്. പിന്നെ അവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പം മറ്റൊരു ക്ഷേത്രത്തിലൊക്കെ പോയിട്ടാണ് നമ്മൾ വന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വേറെ പ്രസാദമൊക്കെ കാണും, അവിടുത്തെ പ്രസാദമൊക്കെ കാണും. അതൊന്നും കൊണ്ടൊന്നും നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് അശുദ്ധിയാക്കരുത് എങ്ങും എന്നർത്ഥം. അതുപോലെ ശുദ്ധമായ പൂജാസാധനങ്ങളൊന്നും ഇല്ലാത്ത എവിടെയെങ്കിലുമേ വെക്കാൻ പാടുള്ളൂ. ക്ഷേത്രത്തിൽ നമ്മൾ ദർശനത്തിന് വരുന്ന സമയത്തും ഏറ്റവും ശുദ്ധമായിട്ട് വരണമെന്ന് ആദ്യമേ പറഞ്ഞു. ശുദ്ധമായ വസ്ത്രങ്ങൾ രാത്രി ധരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയ ആ ഡ്രസ്സ് തന്നെ വീണ്ടും ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. അശുദ്ധിയായ സമയത്ത് തൊട്ടിട്ടുള്ള വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അശുദ്ധമായ വസ്തുക്കൾ ഒന്നും കയ്യിൽ കൊണ്ടുപോകാൻ പാടില്ല. ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. രാവിലെ ഭക്ഷണമൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് വന്ന് ക്ഷേത്ര ദർശനം നടത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. ആരോഗ്യ സംബന്ധമായിട്ട് അത് സാധിക്കാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ കൂടുതൽ ക്ഷേത്രങ്ങളിലേക്ക് ദർശനത്തിന് പോകുന്ന ആൾക്കാർക്കോ ഒക്കെ ഭക്ഷണമൊക്കെ കഴിക്കാം. കാരണം അല്ലാതെ പറ്റില്ലല്ലോ. ഒത്തിരി ക്ഷേത്രങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം എല്ലാം കഴിയുന്നവരെ പട്ടിണി കിടക്കുക എന്നുള്ളത് പ്രായോഗികമല്ലല്ലോ. അതൊക്കെ അവരവരുടെ അവസ്ഥയനുസരിച്ച് ചെയ്തുകൊള്ളുക. ഇങ്ങനെ ദർശനം നടത്തി മറ്റു ഉപദേവന്മാരുണ്ടെങ്കിൽ അവിടെങ്ങളിലും എല്ലാം ദർശനം നടത്തി നമുക്ക് പോകാം. ഇപ്രകാരം നമ്മൾ ക്ഷേത്ര ദർശനത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് വളരെയധികം ഗുണമുണ്ടാകും. കാരണം ആ ക്ഷേത്രത്തിൽ നിത്യേന നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലൂടെ ഭഗവാന്റെ ശക്തി കൂടിക്കൂടി വരികയാണ്. ക്ഷേത്രത്തിലെ പൂജാരി എല്ലാ ദിവസവും പൂജ കഴിക്കുമ്പോൾ സ്വന്തം ശക്തിയുടെ ഒരു അംശത്തെയാണ് ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത്. ആ ശക്തി പിന്നെ ഓരോ തവണ പൂജ കഴിക്കുമ്പോഴും അർച്ചനകൾ നടത്തുമ്പോഴും സഹസ്രാമം ചൊല്ലി പൂവ് ആരാധിക്കുന്നു, അഷ്ടോത്തര മന്ത്രം ചൊല്ലി പൂവ് ആരാധിക്കുന്നു. അപ്പോഴൊക്കെ ആ വിഗ്രഹത്തിൽ ശക്തി കൂടിക്കൂടി വരികയാണ്. ഇത് അനുഗ്രഹ കലയായിട്ട് നമ്മളിലേക്ക് ലഭിക്കുകയാണ് ചെയ്യുക. നമുക്കെല്ലാം കിട്ടുകയാണ് ഈ ശക്തിയുടെ ഒരു അംശം. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഊർജം നമുക്ക് നമ്മളോടൊപ്പം കൊണ്ടുപോകാം. നാടിനും നാട്ടുകാർക്ക് സമൂഹത്തിന് മുഴുവൻ ആ ക്ഷേത്രത്തിൽ നിന്നും ശക്തി ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പം നമ്മളായിട്ട് അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കരുത്, അവിടെ പോരായ്മകൾ സംഭവിപ്പിക്കരുതെന്നർത്ഥം. എന്താണ് ഈ ശുദ്ധം ആചാരം പോലുള്ള കാര്യങ്ങൾ പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ഷേത്രത്തിനും ഓരോ സങ്കല്പം ഉണ്ടാവും. അപ്പം അത് അവിടുത്തെ രീതിക്ക് നടന്നോട്ടെ, ആ രീതിക്ക് ചെയ്തോട്ടെ. നമ്മളായിട്ട് ചെന്നതിനെ അശുദ്ധിയാക്കണ്ട എന്ന് മാത്രം. ഇപ്പോൾ ചില ക്ഷേത്രത്തിൽ ഒരു തന്ത്രിയോ ആൾക്കാരോ നിശ്ചയിച്ചിരിക്കുന്ന കർമ്മങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ശുദ്ധമായും ചിട്ടയായും നടത്തണം. ശാന്തിക്കാരല്ലാതെ മറ്റാരും മണ്ഡപത്തിൽ കയറാൻ പാടില്ല. ശാന്തിക്കാർ തന്നെ പുറമേ നിന്ന് കൊണ്ടിരുന്ന പൂജാസാധനങ്ങളോ കാര്യങ്ങളോ മേടിക്കാൻ പാടില്ല. അവിടെ തന്നെ പറിച്ചെടുത്ത പൂക്കളെ ഉപയോഗിക്കത്തുള്ളൂ. ഏറ്റവും ശുദ്ധമായ സാധനങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. അത്രയ്ക്ക് ചിട്ടയും കാര്യങ്ങളും ഉള്ളൊരു ക്ഷേത്രത്തിൽ നമ്മൾ ഒരാൾ വിചാരിച്ചാൽ പോലും അശുദ്ധി ഉണ്ടാക്കി തീർക്കാൻ പറ്റും.
അപ്പോൾ അതുണ്ടാകുമ്പോൾ ആ ക്ഷേത്രത്തിലെ ശക്തി അതുവരെ സങ്കല്പിച്ചിരുന്ന ആ ശക്തിക്കാണ് ഒരല്പം മന്ദീഭവിച്ചുള്ള അവസ്ഥ വരിക. അതിൻ്റെ ഒരു നെഗറ്റീവ് ഊർജ്ജം സമൂഹത്തിന് മൊത്തത്തിലേക്കാണ് ലഭിക്കുക. നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും ഗുണമുണ്ടാക്കാനാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പോലെ തന്നെ കൃത്യമായി ആചരിക്കാതെ വന്നാൽ അതിൻ്റെ ദോഷഫലവും ഇതേ സമൂഹത്തിന് തന്നെ ലഭിക്കും. നമുക്ക് നമ്മുടെ ക്ഷേത്ര ദർശനം കൊണ്ട് നമുക്കും കുടുംബത്തിനും സമൂഹത്തിനും എല്ലാം തന്നെ കൂടുതൽ ശ്രേയസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.